അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണല്ലേ. ഈ വർഷം അവസാനിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി സൗദിക്ക് പോവാണ്. ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ ശ്രുതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വർഷം ഞങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. പക്ഷേ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ തന്നെ ശ്രുതിക്ക് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ 23-ാം തീയതി രാത്രി ശ്രുതി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതിൻ്റെ തിരക്കിലാണ്. ഞങ്ങളെല്ലാവരും കൂടെ ശ്രുതിയെ യാത്രയൊക്കെ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഒരു 9:30 ആയപ്പോഴേക്കും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. കുഞ്ഞൂസും പറൂസും എല്ലാവരും ഉണ്ടായിരുന്നു. തക്കു നല്ല ഉറക്കമായിരുന്നു. തക്കുവിനെ വീട്ടിൽ ആക്കിയിട്ടാണ് പോയത്. പോകുന്ന വഴിയിലെല്ലാം തന്നെ പലതരത്തിലുള്ള ലൈറ്റ്സാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. എല്ലാ വീടുകളിലും റോഡുകളിലും കടകളിലും ഒക്കെ ലൈറ്റായിരിക്കും, ഫുൾ ലൈറ്റായിരിക്കും. പിന്നെ നമ്മുടെ പല വഴികളിലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ സാന്റകളെ കണ്ടു. നമ്മുടെ വീട്ടിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത് നമ്മുടെ എടപ്പള്ളി പള്ളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ സൈഡിലായിട്ട് സാൻഡ് ഉണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച ഞാൻ ഇവിടെയൊന്നും വന്ന് കണ്ടിട്ടില്ല. ക്രിസ്മസ് സമയത്തൊന്നും ഞാനിവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഏകദേശം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പൊന്നും മിന്നും അച്ചും ഒക്കെ വന്നിട്ടുണ്ട്. അച്ചു വണ്ടി കയറിയപ്പോൾ തുടങ്ങിയ ഉറക്കമായിരുന്നു. അവൻ എയർപോർട്ടിൽ എത്തിയത് മാത്രമേ അറിഞ്ഞുള്ളൂ. തിരിച്ചു വന്നപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടോ. പൊന്നും മിന്നും വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ആരെങ്കിലുമൊക്കെ കരയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നും മിന്നും ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞങ്ങളതാ എയർപോർട്ടിലെത്തി. ഞാനിവിടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് എൻ്റെയൊക്കെ വല്യച്ഛൻ കുവൈറ്റിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം എന്തോ അവരെ ഇങ്ങനെ വല്യച്ഛനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ട് എവിടേക്കോ ഒരു ഓർമ്മയുണ്ട്. അതൊക്കെ ഞാൻ കുറച്ചുകൂടി ചെറുതായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അതാ ഇപ്പോൾ വരുന്നത് ശ്രുതിനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു 2 വർഷം കഴിഞ്ഞിട്ടേ ശ്രുതിയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ കോളിലും ഫോണിലും മെസ്സേജിലൂടെയൊക്കെ നമുക്കിപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പൊന്നും എടുത്തു തന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവിടെ എന്തോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് അങ്ങോട്ട് കയറിപ്പോവാം. അപ്പോൾ ശ്രുതി കയറിപ്പോവാണ്. ഇവിടെ വരെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ശ്രുതി സൗദിക്ക് പോവാണ്. അപ്പം എന്താ പറയുക, ഒരു 4 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. സ്കൂളിലെ പോലെ തന്നെ നമ്മൾ കൂട്ടുകാരോട് എന്ന പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ചേച്ചി അനിയത്തിനേക്കാളും കൂടുതൽ ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു. ഫ്രണ്ട്സിനോട് വഴക്ക് കൂടുന്നത് പോലെ വഴക്കും കൂടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വഴക്ക് കൂടുന്നു ഞങ്ങൾ പറയേണ്ട ആരും അറിയാറ് പറയാം. ശ്രുതി വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു കൂട്ടായിരുന്നു. ആ ഒരു കൂട്ട് പോയി. എന്താ പറയുക, എന്തും പറയാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാനും എനിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും ഭയങ്കര ഒരു ബോണ്ടിങ് ഉള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. ഈ പറഞ്ഞ പോലെ വഴക്ക് കൂടുമെങ്കിലും. അപ്പോൾ അതിനി മിസ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ട് മിസ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ജേണി ആശംസിക്കുന്നു. നല്ലൊരു ലൈഫ് ഇനി അങ്ങോട്ടുണ്ടാവട്ടെ. അപ്പോൾ ടാറ്റാ.